dear students, silent prayer. Today we are going to start chapter 10. Chapter name is circles. Already all of you know circles, about circles and its related terms. So we are going to revisit terms related to circles. Okay, what is a circle? What is the definition of a circle? Circle is the collection of all points from a fixed point at a fixed distance. ഒരു ഫിക്സഡ് പോയിന്റിൽ നിന്ന് ഫിക്സഡ് ഡിസ്റ്റൻസിലുള്ള എല്ലാ പോയിന്റ്സിൻ്റെ കളക്ഷനാണ് സർക്കിൾ എന്ന് പറയുന്നത്. നമ്മൾ സ്മോൾ ക്ലാസ്സുകളിലൊക്കെ ഫോർത്തിലും തേർഡിലും ഒക്കെ നമ്മൾ ഈ സർക്കിൾ ഡ്രോ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കൺസെപ്റ്റിലേക്ക് വന്നിട്ടില്ല. സോ കൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഡെഫിനിഷൻ എന്ന് പറയുന്നത്, ഒരു ഫിക്സഡ് പോയിന്റിൽ നിന്ന് ഫിക്സഡ് ലെന്തിലുള്ള എല്ലാ പോയിന്റ്സിൻ്റെ കളക്ഷനാണ് സർക്കിൾ എന്ന് പറയുന്നത്. ഇനി ഈ ഫിക്സഡ് പോയിന്റ് നമ്മുടെ സെൻറ്റർ ഓഫ് ദ സർക്കിൾ ആൻഡ് ദാറ്റ് ഫിക്സഡ് ലെങ്ത് ഈസ് നോൺ ആസ് റേഡിയസ് ഓഫ് ദ സർക്കിൾ ആൻഡ് ഈസ് ഡിനോട്ടഡ് യൂസിങ് സ്മോൾ ലെറ്റർ ആർ. ഓക്കെ, in this figure O is the center and P is one point on the circle and OP is the radius of this circle. OP is a line segment also and OP is a radius. നിങ്ങൾ ട്രയാങ്കിൾസ് അല്ലെങ്കിൽ സെവൻത് ചാപ്റ്റർ സിക്സ്ത് ചാപ്റ്റർ ഒക്കെ നമ്മൾ ക്വാഡ്ലാറ്ററൽസിൻ്റെ ചാപ്റ്ററൊക്കെ നമ്മൾ പഠിച്ചപ്പോൾ ലൈൻ സെഗ്മെൻറ്റ് കോൺഗ്രുവൻസി പ്രൂവ് ചെയ്യാനൊക്കെ ലൈൻ സെഗ്മെൻ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് അല്ലേ. സർക്കിളിനകത്ത് വരുന്ന ട്രയാങ്കിൾസിനൊക്കെ നമ്മൾ എങ്ങനെയാണ് ഈ റേഡിയസ് ഒക്കെ ഒരു ലൈൻ സെഗ്മെൻറ്റ് ആയിട്ട് കൺസിഡർ ചെയ്തുകൊണ്ടാണ് എടുത്തത്. സോ ഈ റേഡിയസ് നമുക്ക് രണ്ട് രീതിയിൽ എടുക്കാം. ഒന്ന്, ഇതിൻ്റെ ലെന്ത് മെഷർ, 3 റേഡിയസ്, 4 റേഡിയസ്, 5 റേഡിയസ്, 3.5 റേഡിയസ്, ഇങ്ങനെ ആ ഒരു ലെന്ത് ഈ ഒ പി എന്ന് പറയുന്നത് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ റേഡിയസ് റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. സെയിം ടൈം ദിസ് ഈസ് എ ലൈൻ സെഗ്മെൻറ്റ്. ഈ ഒ പി എന്ന് പറയുന്ന ഒരു ലൈൻ സെഗ്മെൻറ്റ് കൂടിയാണ്. ലൈൻ സെഗ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ പറയാം, നമ്മളിപ്പോൾ ഒരു കോൺഗ്രുവൻസ് ആണെന്നൊക്കെ പ്രൂവ് ചെയ്യാൻ നേരത്ത് നമ്മൾ സൈഡ്സ് ഒക്കെ എടുക്കുമ്പോൾ എന്താണ്, നമ്മൾ ലൈൻ സെഗ്മെൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അവിടെ നമ്മൾ ഇതിൻ്റെ മെഷർമെൻ്റ് അല്ല കൺസിഡർ ചെയ്യുന്നത്. സോ റേഡിയസ് ഈസ് ഇൻ 2 സെൻസ് വി യൂസ്. First is length and second is it is a line segment. Okay. Next is a circle divides this plane into three parts. Which are the parts we already know? This inner portion is interior portion and outside portion is exterior portion and or the circle. This circle is or on the boundary. We use that word boundary. So the circle is one part, interior portion second part, then third part is the exterior portion. Now O is inside the circle. O is a point inside the circle. P is a point on the circle. Okay. Now the circle and its exterior make up the circular region. ഈ സർക്കിളും സർക്കിളിന് ഇന്റീരിയർ വരുന്ന പോർഷനും കൂടെ ചേർന്നിട്ട് സർക്കുലർ റീജിയൻ മേക്ക് ചെയ്യുന്നു. സർക്കുലർ, വാട്ട് ഈസ് സർക്കുലർ റീജിയൻ? സർക്കിൾ ആൻഡ് ഇറ്റ്സ് ബൗണ്ടറി, ദിസ് portions together is known as the circular region. Next is a chord. Do you remember about chord? Chord is a line segment joining 2 points on the circle. Chord is a line segment joining 2 points on the circle. Here this is an example of chord. Okay. Then what about diameter? Diameter is the longest chord passing through the center. Diameter is the longest chord passing through the center. Okay. So diameter, another one relation with the diameter and radius. Diameter is equal to 2 times radius. 2 into radius. Okay. D represents diameter and R represents radius. And diameter is the longest chord and it is passes through the center of the circle. Diameter also we used in 2 sense. Diameter represents length of this line segment. Length in the meaning of length, നീളം അല്ലെങ്കിൽ ആ അളവ് represent ചെയ്യുന്നു. Also this is a line segment and you know this relation. Okay.
Then how many diameters for a circle? Every circle has an infinite number of possible diameters. ഓരോ സർക്കിളിനും ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് പോസിബിൾ ഡയമീറ്റേഴ്സ് ഉണ്ട്. നമുക്ക് കൗണ്ട് ചെയ്യാനായിട്ട് സാധ്യമല്ല ഈ പോയിന്റിൽ കൂടെ പാസ് ചെയ്തു പോകുന്ന കോഡ്സിന്റെ നമ്പർ. ഓക്കെ, next is the arc. I think all of you remember arc. What is meant by arc? Arc is a part of a circle, isn't it? നമ്മൾ പെർപെൻഡിക്കുലർ ബൈസെക്ടറും ആംഗിൾസിൻ്റെ അതങ്ങനെയൊക്കെ നമ്മൾ ഡ്രോ ചെയ്യാൻ നേരത്തൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഇങ്ങനെ ഈ ഡ്രോ ചെയ്യുന്ന ഇതാണ് ആർക്ക്. ഇതുപോലെ നമ്മൾ ഇഷ്ടംപോലെ ഡ്രോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്ക് ഈസ് എ പാർട്ട് ഓഫ് എ സർക്കിൾ. For example, here one point P and here one point Q. Then this PQ is an arc. Also this PQ is an arc. Okay. Now this arc is known as minor arc. This arc is known as a minor arc and this arc is known as a major arc. What is this small arc is a minor arc and this big or largest arc is known as a major arc. So if we take 2 points like end points of a diameter, നമ്മളിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന 2 points ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ഒരു സർക്കിൾ ഇഷ്ടമുള്ള പോയിന്റ്സ് എടുത്തു. ഇതിനെ നമ്മൾ ആർക്ക്, സ്മോൾ ആർക്കും ലാർജർ ആർക്കും, സോ മൈനർ ആർക്ക് ആൻഡ് മേജർ ആർക്ക് എന്ന് പറഞ്ഞു. ഇനി നമ്മൾ 2 പോയിന്റ്സ്, അതായത് ഈ ഡയമീറ്ററിന്റെ എൻഡ് പോയിന്റ്സ് ആണ് നമ്മൾ എടുക്കുന്നതെന്ന് വിചാരിക്കുക. കറക്റ്റ് മിഡിലിൽ വരുന്ന ഈ എൻഡ് പോയിന്റ്സ് നമ്മൾ എടുത്തു, എ ആൻഡ് ബി. ഇപ്പോൾ നമുക്ക് 2 ആർക്സ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. 2 ആർക്സിനും ഈക്വൽ ലെന്താണ്. ഇവിടെ നമുക്ക് മൈനർ ആർക്കെന്നോ മേജർ ആർക്കെന്നോ പറയാനില്ല, കാരണം ഇത് സ്മോളസ്റ്റ് ബിഗസ്റ്റ് എന്ന് പറയാനില്ല. 2 ആർക്സും ഈക്വൽ ആണ്. ഇപ്പോൾ ഈ സർക്കിളിനെ ഈ ആർക്ക് അല്ലെങ്കിൽ ഇതെന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു സർക്കിളിനെ 2 ഈക്വൽ ഹാഫ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, അതായത് സെമി സർക്കിളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഈ ഒരു പോയിന്റ്സ് അല്ലെങ്കിൽ ഇത് ഈ ആർക്ക് ഒരു സെമി സർക്കിളാണ്, ഈ ആർക്ക് ഒരു സെമി സർക്കിളാണ്. അതായത് ഡയമീറ്റേഴ്സിന്റെ എൻഡ് പോയിന്റ്സ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ സർക്കിൾ ഈസ് ഡിവൈഡഡ് ഇൻറ്റു 2 ഈക്വൽ ആർക്സ് ആൻഡ് ഈസ് നോൺ ആസ് എ സെമി സർക്കിൾ. നെക്സ്റ്റ് ഈസ് circumference. Already all of you know what is meant by circumference. Circumference is the total length of the circle is known as circumference. ടോട്ടൽ ലെന്ത് ആണ്, അതായത് സർക്കിളിന്റെ പെരിമീറ്റർ. നമ്മൾ ബാക്കി ഷേപ്സിന്റെ ഒക്കെ പെരിമീറ്റർ പറയുന്നത് പോലെ സർക്കിളിന്റെ പെരിമീറ്ററിനെ ആ ഒരു ടോട്ടൽ ലെന്തിനെ നമ്മൾ സർക്കംഫറൻസ് എന്ന് പറയും. നെക്സ്റ്റ് ടേം ഈസ് സെഗ്മെന്റ്. ഓക്കെ, സെഗ്മെന്റ് all of you know what is meant by segment. The region between a chord and either of its arcs is called a segment of the circle. Segment means ഈ ഒരു കോഡ് എടുത്തു കഴിഞ്ഞാൽ 2 ആർക്സ് ആയിട്ട് ഈ സർക്കിളിനെ ഡിവൈഡ് ചെയ്യുന്നു അല്ലേ. ഈ പോയിന്റ് പി എന്ന പോയിന്റ് ക്യൂ എന്നുള്ള പോയിന്റും സർക്കിളിനെ 2 ആർക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ ദിസ് കോഡ് ആൻഡ് ദിസ് മൈനർ ആർക്ക് മേക്ക് എ റീജിയൻ. Between this region is known as a minor segment. Okay, minor segment. And this chord and major arc make a region here. This region is known as a major segment. Okay, so there is major arc, minor arc, then also major segment, minor segment. Okay, next topic is sector. Next term, sector. Now 2 radii and an arc make a region. That region is a sector. So these 2 radii and this minor arc makes a region. This region is a minor sector. Okay, that region minor sector. And these 2 radii and this major arc make this larger area. This is known as a major sector. Major sector. Okay. Now when 2 arcs are equal ആണെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞ സെമി സർക്കിൾ ആണെന്ന് പറഞ്ഞു. ഇപ്പൊ ഈ 2 ആർക്സ് ഈക്വൽ ആണെങ്കിൽ ഈ ഡയമീറ്റർ ഈസ് ദ ലോങ്സ്റ്റ് കോഡാണ്. ഈ കോഡും ഈ ഒരു പോർഷനും മേക്ക് ചെയ്യുന്ന സെഗ്മെന്റും ഈ ഒരു പോർഷനും മേക്ക് ചെയ്യുന്ന സെഗ്മെന്റും ഈക്വൽ ആയിരിക്കും അല്ലെ. സെമി സർക്കുലർ റീജിയൻ ആയിരിക്കും. ഇവിടെ സർക്കിൾ ഫുൾ എന്താ പറഞ്ഞേ, സർക്കുലർ റീജിയൻ. സർക്കിൾ വിത്ത് ഇന്നർ പാർട്ട് ഈസ് സർക്കുലർ റീജിയൻ ആൻഡ് ഹാഫ്
of a circle or half of a arc, and that chord makes a semicircular region. പകുതി ഭാഗം എന്നുള്ള മീനിങ്. സോ ഇതൊരു കോഡാണ്, ലോങ്സ്റ്റ് കോഡ് ഡയമീറ്റർ, ആൻഡ് ദിസ് ആർക്ക് മേക്സ് എ സെമി സർക്കുലർ റീജിയൻ. ഇനി നിങ്ങൾ നോക്കി, ഇത് റേഡിയസ് തന്നെയല്ലേ, 2 റേഡിയൈ ആണ്, സർക്കിളിന്റെ 2 റേഡിയൈ ആണ്. സോ ദിസ് പാർട്ട് ഈസ് ഓൾസോ എ സെക്ടർ, സെമി സർക്കുലർ സെക്ടർ ആണ് അല്ലേ. സോ നമ്മൾ 2 രീതിയിൽ ഇതിനെ നമുക്ക് നോക്കാം. ഇത് ലോങ്ങസ്റ്റ് കോഡാണ്, കോഡും ആർക്കും കൂടെ മേക്ക് ചെയ്യുന്ന ഏരിയ ആണ് ഇത് രണ്ടും, ആ റീജിയൻ സെമി സർക്കുലർ റീജിയൻ. അതുപോലെ ഇതെന്ന് പറയുന്നത് 2 റേഡിയൈ ആണ്, അതുപോലെ ഹാഫ് ഓഫ് ആർക്കാണ്, ഇത് സെക്ടർ ആണ്. ഈ സെക്ടർ എന്ന് പറയുന്നതും സെമി സർക്കുലർ റീജിയൻ തന്നെയാണ്. Now take your textbook, page number 171, exercise 10.1. Fill in the blanks. First question. The center of a circle lies in dash of the circle. Exterior or interior? Circle center. Exterior or interior? Interior. Okay. Second question. A point whose distance from the center of a circle is greater than its radius lies in dash of the circle. Exterior or interior? What is the meaning of that question? A point whose distance is from the center of the circle is greater than its radius. സെന്ററിൽ നിന്ന് റേഡിയസിനെക്കാട്ടിലും ഗ്രേറ്റർ ആയിട്ടുള്ള ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് വന്നാൽ, അതായത് ഇത്രയാണ് റേഡിയസ്, ഇതിനേക്കാൾ ഗ്രേറ്റർ ആയിട്ടുള്ള ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് നമ്മൾ കൊടുത്താൽ ആ പോയിന്റ് ഇന്റീരിയർ പോർഷനിൽ വരുമോ എക്സ്റ്റീരിയർ പോർഷനിൽ വരുമോ? എക്സ്റ്റീരിയർ പോർഷനിലേ വരത്തുള്ളൂ. കാരണം റേഡിയസ് ആണ് ഫിക്സഡ് ഡിസ്റ്റൻസ് ഈ സർക്കിളിലേക്കുള്ളത്. അതിലും വലുത് വന്നാൽ എവിടെ പോകും? സർക്കിളിന് ഔട്ട് സൈഡിൽ പോകും. So correct answer is exterior. Third, the longest chord of a circle is a dash of the circle. Dash of the circle. What is the answer? Diameter. Okay. Question 4. An arc is a dash when its ends are the ends of a diameter. ഒരു ആർക്ക് എന്ന് പറയുന്നത് ഡാഷ് ആവുന്നു, അതിൻ്റെ എൻ പോയിന്റ്സ് ഡയമീറ്ററിൻ്റെ എൻ പോയിന്റ്സ് ആണെങ്കിൽ, മിസ് ഓൾറെഡി പറഞ്ഞു പോയി എങ്ങനെ വരും. ഡയമീറ്ററിൻ്റെ എൻ പോയിന്റ്സ് ആണെങ്കിൽ ഇതെന്ന് പറയുന്നത് സെമി സർക്കിൾ ആയിട്ട് മാറും. Now question number 5. Segment of a circle is the region between an arc and the dash of the circle. Segment എന്ന് പറയുന്നത് എന്താ? ആർക്കും ഡാഷും ഏതായിരിക്കും? കോഡും കൂടെ ചേർന്നതാണ് സെഗ്മെന്റ്. ഓക്കെ, സോ ആൻസർ ഈസ് ദ കോഡ് ഓഫ് ദ സർക്കിൾ. And sixth question, a circle divides the plane on which it lies in dash parts. Circle plane എത്ര പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്? 3 പാർട്സ് ആയിട്ട്. On the circle, then interior and exterior. Then question number 2, write true or false, give reasons for your answers. First question, line segment joining the center to any point on the circle is a radius of the circle. Line segment joining the center and any point on the circle is the radius of the circle. ശരിയല്ലേ? സെന്ററിൽ നിന്ന് സർക്കിളിന്റെ ഏത് പോയിന്റ്സിലേക്കുള്ള ആ ലൈൻ സെഗ്മെന്റ് ആണ് സർക്കിളിന്റെ റേഡിയസ്. ദാറ്റ് ഈസ് ട്രൂ. Now question 2, a circle has only finite number of equal chords. ഫൈനൈറ്റ് നമ്പർ ഓഫ് ഈക്വൽ കോഡ്സ്. ഒരു സർക്കിളിന് ഫൈനൈറ്റ് നമുക്ക് കൗണ്ട് ചെയ്യാൻ മാത്രമുള്ള ഈക്വൽ കോഡ്സേ ഉള്ളെന്ന്, അത് റോങ് ആണ്. നമുക്ക് കോഡ്സ് ഈക്വൽ ആയിട്ടുള്ള കോഡ്സ്, ഡയമീറ്റർ തന്നെ ഈക്വൽ അല്ലേ ലെന്ത്, ഇഷ്ടംപോലെ ഇൻഫൈനൈറ്റ് ഡയമീറ്റേഴ്സാണ് ഉള്ളത്. അപ്പോൾ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ഈക്വൽ കോഡ്സ് ഉണ്ട്. സോ ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഫോൾസ്. Now question number 3, if a circle is divided into 3 equal arcs, each is a major arc. ഒരു സർക്കിളിൽ 3 ഈക്വൽ ആർക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം മേജർ ആർക്കാണ്. അതെങ്ങനെയാണ് അങ്ങനെ വരുന്നത്? മേജർ ആർക്ക് എന്ന് പറയണമെങ്കിൽ അവിടെ ഒരു സ്മോളസ്റ്റ് പോർഷൻ ഉണ്ടെങ്കിലേ നമുക്ക് മൈനറും മേജറും പറയാൻ പറ്റുള്ളൂ. എല്ലാം ഈക്വൽ ആണെങ്കിൽ മേജർ എന്ന് പറഞ്ഞാൽ വേർഡ് അവിടെ വേണ്ട. സോ ദാറ്റ് ഈസ് ഫോൾസ്. Question 4, a chord of a circle which is twice as long as its radius is a diameter of the circle. ഒരു സർക്കിളിന്റെ കോഡ് അത് റേഡിയസിന്റെ ടോയ്സ് ആണെങ്കിൽ അതാണ് ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ. യെസ്, ദാറ്റ് ഈസ് കറക്റ്റ്, ട്രൂ. Question 5, sector is the region between the chord and its corresponding arc. Sector is the region between the chord and the corresponding arc. Is it correct?
Sector is the region between its two radii and corresponding arc. Chord alla, so this is false. The segment in the definition. Question 6. A circle is a plane figure. That is correct. Plane figure ആണ് plane draw ചെയ്യുന്ന figure ആണ് circle എന്ന് പറയുന്നത്. Next topic is angle subtended by a chord at a point. Okay. Chord, you know, 2 points on the circle. Join that we get a line segment. This is a chord. Before explaining this, listen carefully. This is a line segment. This endpoint P and this endpoint Q. And if we join this endpoint anyway, we get an angle. We get an angle here. If we put name as R. Angle R is called the angle subtended by the line segment PQ at the point R. This line segment PQ point R il make ചെയ്യുന്ന angle ആണ് ഈ angle R എന്ന് പറയുന്നത്. The line segment case. ഇനി നമ്മൾ ഇത് തന്നെ കോഡിന്റെ കേസിലേക്ക് മാറുന്നു. കോഡ് ഒരു ലൈൻ സെഗ്മെന്റ് ആണ്. ഇനി നമുക്ക് ഈ കോഡിന് എനി പോയിന്റ് ഓൺ ദ സർക്കിൾ, നമുക്ക് കോഡ് എനി പോയിന്റ് അറ്റ് എ പോയിന്റ് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഉണ്ടാക്കുന്നത് നോക്കാം. സോ നമുക്ക് ഈ കോഡിന്റെ എൻ പോയിന്റ്സ് ജോയിൻ ചെയ്താൽ ഹിയർ വി ഗെറ്റ് ആൻ ആംഗിൾ. Again we can join these endpoints with the center, then we get another angle. Again we can join these endpoints on the minor arc, we get an angle here. Okay, so we get here 3 angles. Then we can name this as R and this S. Okay, now PQ is the chord and POQ angle, this center is O. Angle POQ is the angle subtended by the chord PQ at the center O. ഈ ആംഗിളിനെ നമ്മൾ പറയുന്നതാണ് ഈ പി ക്യു എന്ന് പറഞ്ഞ കോഡ് സെന്റർ പോയിന്റ് ആയ ഓയിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ. ഇനി ആംഗിൾ പി ആർ ക്യു മീൻസ് പി ആർ ക്യു. ദിസ് ആംഗിൾ, that angle is subtended by the chord PQ at the point R on the major arc of PQ. ഈ PQ ന്റെ മേജർ ആർക്കിൽ R എന്ന് പറഞ്ഞ പോയിന്റിൽ ഈ കോഡ് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ആംഗിൾ PRQ. Next is this angle PSQ. This angle is called the angle subtended by PQ, the chord PQ at the point S on the minor arc. Minor arcil ഈ PQ എന്ന് പറഞ്ഞ കോഡ് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ആംഗിൾ PSQ. സോ ഇത് ഇത്ര ഇങ്ങനെ അറിഞ്ഞിരുന്നാൽ മതി. ആംഗിൾ സബ്റ്റൻഡഡ് ബൈ എ കോഡ് അറ്റ് എ പോയിന്റ്. ആ കോഡിന്റെ എൻഡ് പോയിന്റ്സ് സർക്കിളിന്റെ ഏതെങ്കിലും റീജിയനിലേക്ക് ജോയിൻ ചെയ്യുന്നു. അപ്പോൾ കിട്ടുന്ന ആംഗിൾ ആണ് ആ കോഡ് മേക്ക് ചെയ്യുന്ന അല്ലെ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് തിയറം 10.1. Equal chords of a circle subtend equal angles at the center. Equal chords of a circle. Circle in the equal chords. No, and the equal length of the chords. AB and CD are 2 chords and which are equal in length. Okay. Then our chords central subtend ചെയ്യുന്ന angle making angle equal ആയിരിക്കും. That is, these 2 angles are equal. Okay. Equal chords of a circle subtend equal angles at the center. Equal chords center equal angles subtend ചെയ്യുന്നതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറംസ് ആണ്. ഇതിൻ്റെ പ്രൂഫ് നമുക്ക് വേണം. ഓക്കെ, സോ AB and CD are 2 equal chords. We need to prove that these 2 angles are equal. For that we are going to prove that these 2 circles are these 2 triangles are congruent. So in triangle AOB and triangle COD, AOB, that is this triangle, and COD, these 2 triangles, this AB is equal to CD, that is given in question, that is equal chords already given in the statement. Now OA equal to OD. Okay, not OD, നമുക്ക് സെയിം സൈഡ് കറസ്പോണ്ട് ആയിട്ട് വരുന്ന എടുക്കണമല്ലോ. അപ്പോൾ ഈ ഒരു സൈഡ് OA equal OC.
Why? Radii of a same circle, isn't it? Now OB equal to OD. OB is equal to OD, radii of a same circle. So here three sides are equal. So according to SSS rule, these two triangles are congruent. From that we can say that angle AOB is equal to angle COD, CPCT, corresponding parts of a congruent triangle. So proof complete is simple. So what is the statement? Equal chords of a circle subtend equal angles at the center. Now consider these two triangles. Then in triangle already given equal chords. That means AB equal to CD. That is given. Now OA, OC, radii. Both are equal. OB, OD, radii. So radii of same circle. So both are equal. Now we get three sides of this triangle equal to three sides of this triangle. So these two triangles are congruent and these two angles are also equal. Now converse of this theorem, if the angles subtended by the chords of a circle at the center are equal, then the chords are equal. അതായത് ടു കോഡ്സ് സെൻറ്ററിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ കോഡ്സും ഈക്വൽ ആയിരിക്കും. എൻ്റെ നേരെ കോൺവേഴ്സ് ആണ്, എതിരാണ് പറയുന്നത്. ഇഫ് ദ ആംഗിൾ സബ്റ്റൻഡഡ് ബൈ ദ കോഡ് ഓഫ് എ സർക്കിൾ അറ്റ് ദ സെൻറ്റർ ആർ ഈക്വൽ, ദെൻ ദ കോഡ്സ് ആർ ഓൾസോ ഈക്വൽ. Now take page 173, exercise 10.2, question number 1. Recall that two circles are congruent if they have the same radii. നമ്മൾ congruent trianglesനെ പറ്റി പഠിച്ചു. ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ തുടക്കത്തിൽ സെയിം റേഡിയി ആണെങ്കിൽ ഈ സർക്കിൾസ് കോൺഗ്രുവൻ്റ് ആണ്. അതുപോലെ സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ സെയിം ലെന്ത് ആണ്, മെഷർ സെയിം ആണെങ്കിൽ അത് കോൺഗ്രുവൻ്റ് ആണ്. അതുപോലെ ഈക്വൽ റേഡിയസ് ആണെങ്കിൽ ഈ സർക്കിൾസ് കോൺഗ്രുവൻ്റ് ആണല്ലോ, അത് നിങ്ങൾ ഓർക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? പ്രൂവ് ദാറ്റ് ഈക്വൽ കോഡ്സ് ഓഫ് എ കോൺഗ്രുവൻ്റ് സർക്കിൾ സബ്റ്റൻഡ് ഈക്വൽ ആംഗിൾസ് അറ്റ് ദെയർ സെൻറ്റേഴ്സ്. ഇത് ഈ പ്രൂഫ് എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പം നോക്കിക്കോണം. ക്വസ്റ്റ്യൻ എന്താണ്? ഇത് കോൺഗ്രുവൻ്റ് സർക്കിൾസ് ആണ്. വാട്ട് ഈസ് മീൻ ബൈ കോൺഗ്രുവൻ്റ് സർക്കിൾസ്? ടു സർക്കിൾസ് ഹാവ് ഈക്വൽ റേഡിയസ്, രണ്ടിനും ഈക്വൽ റേഡിയസ് ആണ്. വാട്ട് ഈസ് ദ ക്വസ്റ്റ്യൻ? Prove that equal chords of congruent triangles. ഈ കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾസിൻ്റെ ഈക്വൽ കോഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സെയിം മെഷർമെൻറ്റിലുള്ള, ഇവിടെ വരയ്ക്കുന്ന അതേ മെഷർമെൻറ്റിൽ ഇവിടെ കോഡ് ഡ്രോ ചെയ്യുക. സെയിം മെഷർമെൻറ്റിലുള്ള കോഡ്സ് അതിൻ്റെ സെൻറ്ററിൽ സബ്റ്റൻഡ് ചെയ്യുന്ന ആംഗിൾ ഈക്വൽ ആയിരിക്കും എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, സോ നമുക്ക് ഈ കൺസ്ട്രക്ഷൻ ഒന്ന് കംപ്ലീറ്റ് ആക്കാം. ഫസ്റ്റ് നമ്മൾ സെയിം റേഡിയസ് ഉള്ള സർക്കിൾസ് ഡ്രോ ചെയ്തു. ദെൻ നിങ്ങൾ റൂളറൊക്കെ യൂസ് ചെയ്ത് വേണം കേട്ടോ. ഈക്വൽ ലെന്തിലുള്ള കോഡ്സ് ഡ്രോ ചെയ്തു. ദെൻ സോ കംപ്ലീറ്റഡ് അവർ ഫിഗേഴ്സ് ജോയിൻ ചെയ്തു. എൻഡ് പോയിന്റ്സ് സെൻറ്ററിലേക്ക് ജോയിൻ ചെയ്തു. ഹിയർ ഓൾസോ ജോയിൻഡ് എൻഡ് പോയിന്റ്സ്. വി ഗെറ്റ് ആൻ ആംഗിൾ ഹിയർ ഓൾസോ ഹിയർ. Now we need to prove that these two angles are equal. Okay, so consider triangle AOB, this triangle, and triangle CEB or ECB, these two triangles. In this already given AB is equal to CD, sorry, not BD. Okay, CD. Equal chords. In question they are given chords are equal. So AB equal to CD, that is already given. Next is OA is equal EC. Why? These two circles are congruent. Congruent means these two circles have same radius. Same radius ആകുമ്പോൾ ഇത് റേഡിയ അല്ലേ സർക്കിളിൻ്റെ, അതുപോലെ ഇത് റേഡിയസ് അല്ലേ, ഇതും അങ്ങനെ തന്നെയാണ്, ഇതും അങ്ങനെ തന്നെയാണ്. സോ സെയിം സൈഡ് OA is equal to EC, radii of same radii of a congruent circles. Okay. Now OB is equal to ED, radii of congruent circles. കോൺഗ്രുവൻ്റ് സർക്കിൾസിൻ്റെ റേഡിയാണ് എന്ന് വെച്ചാൽ കോൺഗ്രുവൻ്റ് സർക്കിൾസ് എന്ന് പറഞ്ഞാൽ സെയിം റേഡിയസ് ആണ്. ഇനി ഇവിടെ നോക്കി ത്രീ സൈഡ്സ് ഈസ് ഈക്വൽ ടു ത്രീ സൈഡ്സ് ഓഫ് ദീസ് ട്രയാങ്കിൾസ്. സോ അക്കോർഡിംഗ് ടു SS റൂൾ ദീസ് ടു ട്രയാങ്കിൾസ് ആർ കോൺഗ്രുവൻ്റ്. From that we can say that angle AOB is equal to angle CED, CPCT. So we can say that
equal chords of congruent triangles subtend equal angles at the center. Now exercise 10.2 question number 2. Prove that if chords of congruent circles subtended equal angles at their centers, then the chords are equal. First question converse ആണ് ഇവിടെ വരുന്നത്. Prove that if chords of a congruent circles subtend equal angles at their centers. അതായത് ടു സർക്കിൾസ്, അത് കോൺഗ്രുവൻറ്റ് സർക്കിൾസ് ആണ്, സെയിം റേഡിയ ആണ്, അതിൻ്റെ കോഡ്സ് സെൻറ്ററിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ, സബ്ടെൻഡഡ് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ ആ കോഡ്സ് ഈക്വൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അതായത് ഈ എ ബി ഈക്വൽ ടു സി ഡി എന്ന് പ്രൂവ് ചെയ്യുക. ഹിയർ ആംഗിൾ എ ഒ ബി ആൻഡ് ആംഗിൾ സി പി ഡി ആർ ഈക്വൽ, ദാറ്റ് ഈസ് ഗിവൺ അല്ലേ. നമ്മൾ ഈക്വൽ ആംഗിൾസ് ആണ് മേക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. So consider triangle AOB and triangle CPD. Okay, AB is the chord and CD is the chord of this circle. Then center is here O, here P. So we are going to prove that first these two triangles are congruent. These two triangles are inside of the congruent circles. Okay. Now given these two angles are equal, that is in the question, subtended angles are equal. So angle AOB is equal to angle CPD, that is given. Next OA equal to PC. Why? Same radii of congruent circles. OA equal to PC, radii of congruent circles. And same way OB is equal to PD, radii of congruent circles. From here, one angle and its one included angle and sides are equal. That is, according to SAS rule, these two triangles are equal or congruent. From that, we can say that AB is equal to CD. From that, we can say that AB equal to CD. That is, two chords are equal. Next topic is perpendicular from the center of a chord. ഒരു കോഡിലേക്ക് സെൻറ്ററിൽ നിന്നൊരു പെർപെൻഡിക്കുലർ ഡ്രോ ചെയ്താൽ എന്താണെന്നുള്ളതാണ് നോക്കുന്നത്. സെൻറ്ററിൽ നിന്ന് പെർപെൻഡിക്കുലർ ആയിട്ട് ഡ്രോ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, ഈ ആംഗിളും 90 ഡിഗ്രിയാണ്. നൗ തിയറം 10.3, the perpendicular from the center of a circle to a chord bisects the chord. ഈ പെർപെൻഡിക്കുലർ സെൻറ്ററിൽ നിന്ന് കോഡിലേക്കുള്ള പെർപെൻഡിക്കുലർ ഈ കോഡിനെ ബൈസെക്റ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് തിയറം അതിൻ്റെ കോൺവേഴ്സ് ആണ്. ദ ലൈൻ ഡ്രോൺ ത്രൂ ദ സെൻറ്റർ ഓഫ് എ സർക്കിൾ ടു ബൈസെക്റ്റ് എ കോഡ്. ഒരു കോഡ് ബൈസെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻറ്ററിൽ നിന്ന് കോഡിലേക്ക് ഡ്രോ ചെയ്യുവാണെങ്കിൽ ആ ലൈൻ സെഗ്മെൻറ്റ് പെർപെൻഡിക്കുലർ ആയിരിക്കും കോഡിന്. The line drawn through the center of a circle to bisect a chord is perpendicular to the chord. അതായത് നമ്മൾ കോഡിനെ ബൈസെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻറ്ററിൽ കൂടി ഒരു ലൈൻ സെഗ്മെൻറ്റ് ഡ്രോ ചെയ്താൽ അത് കോഡിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. തിരിച്ചു മറിച്ച് ഓർക്കുക, സെൻറ്ററിൽ നിന്ന് കോഡിലേക്കുള്ള ലൈൻ സെഗ്മെൻറ്റ് കോഡിന് പെർപെൻഡിക്കുലർ ആണ്. അതുപോലെ സെൻറ്ററിൽ കൂടി കോഡ് ബൈസെക്റ്റ് ചെയ്യാൻ വേണ്ടി ഡ്രോ ചെയ്യുന്ന ലൈൻ സെഗ്മെൻറ്റ് കോഡിന് പെർപെൻഡിക്കുലർ ആണ്. നെക്സ്റ്റ് ഈസ് സർക്കിൾ ത്രൂ 3 പോയിന്റ്സ്. 3 പോയിന്റ്സിൽ കൂടി എത്ര സർക്കിൾസ് ഡ്രോ ചെയ്യാം? നമുക്കിപ്പോൾ ഒരു ലൈൻ സെഗ്മെന്റ് ഡ്രോ ചെയ്യാനായിട്ട് 2 ലൈൻ പോയിന്റ് തന്നു കഴിഞ്ഞാൽ എത്ര ലൈൻ സെഗ്മെന്റ് ഡ്രോ ചെയ്യാൻ സാധിക്കും? only 1 and only 1 ലൈൻ സെഗ്മെന്റ് ഇല്ലേ? ഇങ്ങനെ നമുക്ക് ഡ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതുപോലെ 3 നോൺ കൊളീനിയർ എന്ന് പറഞ്ഞാൽ എന്താ? കൊളീനിയർ മീൻസ് സെയിം ലൈനിൽ വരുന്നത്, സെയിം ലൈൻ സെഗ്മെന്റിൽ സെയിം ഇതിൽ വരുന്നത്. അങ്ങനെയല്ലാത്ത നോൺ കൊളീനിയർ പോയിന്റ്സ് 3 പോയിന്റ്സ് തന്നാൽ നമുക്ക് 1 and only 1 സർക്കിൾ മാത്രമേ അതിൽ കൂടി പാസ് ചെയ്യുന്നത് ഡ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ there is 1 and only 1 circle passing through 3 given non-collinear points. Non-collinear points il kude ennu vecha endha 3 points വേറെ സ്ഥലങ്ങളിലായിരിക്കും. ഇതിലൂടെ only 1 circle we can draw. ഇനി നമുക്കൊരു ട്രയാങ്കിൾ ഉണ്ട്. ട്രയാങ്കിളിന്റെ വെർട്ടെക്സ് ആണ് എ ബി സി, വെർട്ടീസസ് എ ബി സി. ദിസ് ഇസ് ട്രയാങ്കിൾ എ ബി സി.
ദെൻ നമ്മൾ ഈ ഒരു തിയറം വെച്ചിട്ട് ഈ 3 പോയിന്റ്സിൽ കൂടി ഒരു സർക്കിളെ നമുക്ക് ഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു തിയറം വെച്ചിട്ട് ഈ സർക്കിളിന് ഈ ട്രയാങ്കിളിന് ഈ 3 പോയിന്റ്സും ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ സർക്കിൾ ഡ്രോ ചെയ്താൽ അതിനെ നമ്മൾ സർക്കം സർക്കിൾ എന്ന് പറയും. ട്രയാങ്കിളിൻ്റെ സർക്കം സർക്കിൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഈ സർക്കിളിൻ്റെ സെൻറ്ററിനെ സർക്കം സെൻറ്റർ എന്നും റേഡിയസിനെ സർക്കം റേഡിയസ് എന്നും പറയും. സർക്കം സർക്കിൾ, സർക്കം സർക്കിൾ, സർക്കം റേഡിയസ്, സർക്കം സെൻറ്റർ. അത് ട്രയാങ്കിൾസിൻ്റെ 3 വെർട്ടീസസിൽ കൂടി പാസ് ചെയ്തിങ്ങനെ ഒരു സർക്കിൾ ഡ്രോ ചെയ്താൽ അതിനെ സർക്കം സർക്കിൾ എന്ന് പറയും. അതുപോലെ ഈ മിഡിൽ അതായത് സെൻറ്റർ വരുന്നത് സർക്കം സെൻറ്റർ ആൻഡ് റേഡിയസ് ഈസ് circum radius. Now exercise 10.3 page number 176. First question, draw different pairs of circles. How many points does each pair have in common? What is the maximum number of common points? നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഡ്രോ ഡിഫറെൻറ്റ് പെയർസ് ഓഫ് സർക്കിൾ, പല പെയറിൽ അതായത് 2 സർക്കിൾസ് വെച്ച് പെയർ ചെയ്ത് നമ്മൾ ഡ്രോ ചെയ്യുക. ഇനി ഓരോ സെറ്റിലും നമ്മൾ ഡ്രോ ചെയ്ത ഓരോ സെറ്റിലും എത്ര കോമൺ പോയിന്റ്സ് വരുന്നുണ്ട് ഈ 2 സർക്കിൾസിന്, അതുപോലെ മാക്സിമം എത്ര കോമൺ പോയിന്റ്സ് വരാമെന്ന് നോക്കുക. സോ ഞാൻ ജസ്റ്റ് റഫ് സ്കെച്ച് ഡ്രോ ചെയ്യുന്നുള്ളൂ. നിങ്ങൾ കോമ്പസ് യൂസ് ചെയ്ത് തന്നെ സർക്കിൾ ഡ്രോ ചെയ്യണം. സോ 1 പെയർ നമുക്ക് ഡ്രോ ചെയ്യാവുന്നത് ഇങ്ങനെ ചെയ്യാം. ഇതൊരു പെയറായി. അനദർ ഈസ് ദിസ് വൺ. 2 സർക്കിൾസ് തന്നെയല്ലേ. നെക്സ്റ്റ് ഈസ് ഇങ്ങനെ. ഓക്കെ, ഇനി സോ നമ്മൾ 3 പെയർസ് ഓഫ് സർക്കിൾസ് ഡ്രോ ചെയ്തു. ഇനി ഇവിടെ എത്ര പോയിന്റ്സ് കോമൺ ഉണ്ട് 2 സർക്കിൾസിന്? നോ പോയിന്റ്സ് കോമൺ. ഹിയർ ദിസ് ഈസ് കോമൺ പോയിന്റ്, ദിസ് ഈസ് ഓൾസോ കോമൺ പോയിന്റ്. സോ 2 കോമൺ പോയിന്റ്സ് ആൻഡ് ഹിയർ 1 കോമൺ പോയിന്റ്. അപ്പോൾ മാക്സിമം നമ്പർ ഓഫ് കോമൺ പോയിന്റ്സ് 2 ആണ്. അതായത് 2 സർക്കിൾസ് പെയർ ചെയ്ത് ഡ്രോ ചെയ്താൽ നമുക്ക് മാക്സിമം നമ്പർ ഓഫ് കോമൺ പോയിന്റ്സ് വരാൻ ചാൻസ് ഉള്ളത് 2 പോയിന്റ്സ് ആണ്. Now question number 2. Suppose you are given a circle. Give a construction to find its center. Suppose you are given a circle. നിങ്ങൾക്കൊരു സർക്കിൾ തന്നിട്ടുണ്ട്. ആ സർക്കിളിൻ്റെ സെൻറ്റർ നിങ്ങൾ കണ്ടുപിടിക്കണം. അതിനുള്ള ഒരു കൺസ്ട്രക്ഷൻ. അപ്പോൾ നമുക്കിവിടെ ഓൾറെഡി ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്റർ എവിടെയാണെന്ന് നമുക്ക് അറിയത്തില്ല. ഒക്കെ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സർക്കിളിൽ എവിടെയെങ്കിലും 3 പോയിന്റ്സ് എടുക്കുക ഓൺ ദി സർക്കിൾ. സോ ഐ ഹിയർ take 1 point, then here PQ, another one is R. Okay, next step എന്ന് പറയുന്നത് ഈ PQ and QR join ചെയ്യുക. PQ and QR join ചെയ്യുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഡ്രോ ചെയ്യുക. ഈ 2 ലൈൻ സെഗ്മെന്റിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഡ്രോ ചെയ്യുക. ഓക്കെ, സോ നമ്മൾ കോമ്പസ് കൊണ്ട് ആർക്സ് ഡ്രോ ചെയ്ത് പോയിന്റ്സ് നമുക്ക് കിട്ടി. സോ ഇതിങ്ങനെ ജോയിൻ ചെയ്യുക. സെയിം വേ ഇതിൻ്റെ ഈ ലൈൻ സെഗ്മെന്റ് ഡ്രോ ചെയ്യുക. സോ വി ഗോട്ട് 2 പോയിന്റ്സ്. ജോയിൻ ദീസ് പോയിന്റ്സ്. These 2 perpendicular join or meet at this point, and this point is the center of the circle. അപ്പോൾ വളരെ ഈസിയാണ്. നമുക്കൊരു സർക്കിൾ തന്നാൽ എന്ത് ചെയ്യുക? ഈ സർക്കിളിൽ 3 പോയിന്റ്സ് എടുക്കുക. ജോയിൻ ചെയ്ത് കോഡ്സ് ലൈൻ സെഗ്മെന്റ് ഡ്രോ ചെയ്തു. ആ കോഡ്സിൻ്റെയൊക്കെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഡ്രോ ചെയ്യുക. പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് സെന്റർ ഓഫ് ദ സർക്കിൾ. തേർഡ് ക്വസ്റ്റ്യൻ, if 2 circles intersect at 2 points, എന്ന് വെച്ചാൽ എന്താ? 2 സർക്കിൾസ് തന്നിട്ടുണ്ട്, അത് 2 പോയിന്റ്സിൽ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു 2 സർക്കിൾസ് പെയർ ചെയ്താൽ അതിനെ ഇന്റർസെക്ട് ചെയ്യാനായിട്ട് 2 കോമൺ പോയിന്റ്സ് ആണ് മാക്സിമം. ഇങ്ങനെ ഇന്റർസെക്ട് ചെയ്തു. പ്രൂവ് ദാറ്റ് their centers, ഞാനിപ്പോൾ ഒരു ഇതിൽ സെൻറ്റർ റഫായിട്ടൊന്ന് കൊടുക്കുവാണ്. their centers lie on the perpendicular bisector of the common chord. ഈ 2 സർക്കിൾസിൻ്റെ കോമൺ കോഡിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറിലായിരിക്കും ഈ 2 പോയിന്റ്സ് എന്ന് പ്രൂവ് ചെയ്യണം. കോമൺ കോഡ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു സർക്കിൾ ഡ്രോ ചെയ്തിട്ട് അതിൻ്റെ കോഡ് ഡ്രോ ചെയ്യുക, ഇല്ലേ? അപ്പോൾ ഈ സർക്കിളിൻ്റെ കോമൺ കോഡ് ആവണമെങ്കിൽ ഈ സൈഡിൽ ഇങ്ങനെ ഒരു കോഡ് ഇങ്ങനെ ഡ്രോ ചെയ്യുക. നോക്കിയേ, ഈ ഒരു സർക്കിൾ കൺസിഡർ, ഈ ഒരു ആർക്ക് പോർഷൻ നിങ്ങൾ വിട്ടേരെ.
നമുക്ക് ഇവിടെ നിന്നൊരു കോഡ് ഇങ്ങനെ ഡ്രോ ചെയ്യാം. ഈ കോഡെന്ന് പറയുന്നത് ഈ ആർക്ക് പോർഷൻ വിട്ട് കഴിഞ്ഞാൽ ഈ സർക്കിളിൻ്റെ കോഡായി, ഈ ആർക്ക് പോർഷൻ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ സർക്കിളിൻ്റെ കോഡായി. അപ്പോൾ ഇത് രണ്ടിനും കോമൺ അല്ലേ? അപ്പോൾ ഈ കോമൺ പോയിന്റ്സ് ജോയിൻ ചെയ്ത് ഡ്രോ ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ് ഈ സർക്കിൾസിൻ്റെ കോമൺ കോഡാണ്. അത്ര ഐഡിയ കിട്ടിയല്ലോ. ഇനി ഇതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കണം? ഇങ്ങനെ വരണം അല്ലേ? നമ്മൾ ഇങ്ങനെയാണ് ഇരിക്കുന്നതെങ്കിൽ ഇങ്ങനെ ഡ്രോ ചെയ്യണം. അപ്പോൾ ഇത് ഈ പോയിന്റും സർക്കിളിൻ്റെ സെൻറ്റേഴ്സ് ആണെന്ന് പ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ ആ സെൻറ്ററിൽ കൂടാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി എന്ത് ചെയ്യണം? നമുക്കിതൊന്ന് കണക്ട് ചെയ്യാം. ഇനി ഇതൊക്കെ 90 ഡിഗ്രി ആണെന്ന് നിങ്ങൾ പ്രൂവ് ചെയ്താൽ മതി. ഇതിപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? സെൻറ്റർ കണക്ട് ചെയ്തിട്ട് ഒരു ലൈൻ സെഗ്മെൻറ്റ് ഡ്രോ ചെയ്തു. ഇനി ഈ ആംഗിൾസ് എല്ലാം 90 ഡിഗ്രി ആണെന്ന് പ്രൂവ് ചെയ്താൽ ഇത് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് ദ കോഡ് എന്ന് പ്രൂവ് ചെയ്യാം. ഇനി നമ്മളിത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇച്ചിരി കൺസ്ട്രക്ഷൻ ഉണ്ട്. എന്താണ്? ഈ ഒരു പോയിന്റ്സുകൾ തമ്മിൽ ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്യുക. ഓക്കെ, ജോയിൻ ദീസ് പോയിന്റ്സ്. അപ്പോൾ നമ്മളോടുള്ള ക്വസ്റ്റ്യൻ കോഡിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യുന്നു. അപ്പോൾ നമ്മളിവിടെ കൺസ്ട്രക്ഷനിൽ സെൻറ്റർ തമ്മിൽ ജോയിൻ ചെയ്തിട്ട് ഒരു ലൈൻ സെഗ്മെൻറ്റ് ഡ്രോ ചെയ്തു. ആ ലൈൻ സെഗ്മെൻറ്റ് ഈ കോഡിന് 90 ഡിഗ്രിയിലാണെന്നുള്ളത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൂഫായി. ഓക്കെ, സോ ജോയിൻ ദീസ് OA, OB, BP, AP. Next is consider triangle OAB and triangle OBP. OAP. So OAP means this one. OAP and triangle OBP. ഈ മുകളിലും താഴെയും വരുന്ന ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യുക. OA ഈക്വൽ ടു OB. നോക്കിയേ, ഈ ട്രയാങ്കിൾസിൻ്റെ ഈ സൈഡ് OA ഈക്വൽ ടു OB, റേഡിയ ഓഫ് എ സർക്കിൾ. ഈ സെയിം സർക്കിളിൻ്റെ റേഡിയ ആണ് OA ആൻഡ് OB. Same way in this side PA equal to PB, radii of same circle. And third is OP. This OP is common for both the triangles. So these two triangles are congruent. Which triangles? OAP and OBP are congruent according to which rule? Side rule. From that we can say that angle AOP equal to, AOP means AOP, this angle is equal to angle BOP. These two angles are equal. നമ്മൾ ഇതിൽ നിന്ന് ഈ 2 angles equal ആണെന്ന് പ്രൂവ് ചെയ്തു. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്തു. From that we can say that angle AOM, അതായത് ഇത് ഫുൾ എന്താണ് OP. ഇതിൻ്റെ ഒരു കുറച്ച് പോർഷനിലാണ് M ഉള്ളത്. നമുക്ക് ഈ ലൈൻ സെഗ്മെന്റിനെ OM എന്നും നെയിം ചെയ്യാം, OP എന്നും നെയിം ചെയ്യാം. സോ നമ്മൾ ഇതിനെ ആംഗിൾ AOM എന്ന് കൺസിഡർ ചെയ്യുന്നു. സോ ആംഗിൾ AOM ഈക്വൽ ടു ആംഗിൾ BOM. സെയിം ആംഗിൾ തന്നെയല്ലേ? ഇത് തന്നെ ആംഗിൾ. അതായത് നമ്മൾ ഈ ട്രയാംഗിൾ ഇങ്ങനെ തിരിച്ച് കൺസിഡർ ചെയ്യുവാണെങ്കിൽ, കണ്ടോ, ഇങ്ങനെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ, സോ ഇനി കൺസിഡർ ചെയ്യുന്നത് ട്രയാങ്കിൾ AOM ആൻഡ് ട്രയാങ്കിൾ BOM. AOM ആൻഡ് BOM, ഈ 2 ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്യുന്നു. നമുക്കിനി എന്ത് പ്രൂവ് ചെയ്യണം? ഈ 2 ആംഗിൾസ് 90 ഡിഗ്രി എന്ന് പ്രൂവ് ചെയ്യണം. OA ഈക്വൽ ടു OB, സെയിം സർക്കിളിൻ്റെ റേഡിയസ് ആണ് OA ആൻഡ് OB. ആൻഡ് വി ഓൾറെഡി പ്രൂവ് ദാറ്റ് ദീസ് 2 ആംഗിൾസ് ആർ ഈക്വൽ. അതിനുവേണ്ടിയാണ് നമ്മളിവിടെ ഫസ്റ്റ് ഈ സെക്ഷൻ പ്രൂവ് ചെയ്തത്. ആംഗിൾ AOM ഈക്വൽ ടു ആംഗിൾ BOM. അപ്പം ഈ സൈഡ്സ് ഈക്വൽ ആണ്, ദീസ് 2 ആംഗിൾസ് ഈക്വൽ ആണ്. ഇനി OM ഈസ് കോമൺ ഫോർ ബോത്ത് ട്രയാംഗിൾസ്. OM ഈക്വൽ OM കോമൺ. ഫ്രം ദാറ്റ് വി ക്യാൻ സേ ദാറ്റ് OAM or AOM ഈസ് ഈക്വൽ ടു കോൺഗ്രുവൻ്റ് ടു BOM. ഇത് രണ്ടും കോൺഗ്രുവൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്തു. കോൺഗ്രുവൻ്റ് ട്രയാംഗിൾസിൻ്റെ കറസ്പോണ്ടിങ് പാർട്സ് ഈക്വൽ ആണല്ലോ. സോ വി ക്യാൻ സേ ദാറ്റ് AM ഈക്വൽ ടു BM. AM ഉം BM ഉം ഈക്വൽ ആണെന്ന് പറയാം അല്ലേ? കറസ്പോണ്ടിങ് പാർട്സ് ആണ് ഈ ട്രയാംഗിൾസിൻ്റെ. ഇനി നെക്സ്റ്റ് നമുക്ക് അറിയാം ഈ ആംഗിളും ഈ ആംഗിളും ലീനിയർ പെയർ ആണ്. അപ്പോൾ അതിൻ്റെ സം എത്രയായിരിക്കും വരിക? 180 ഡിഗ്രിയാണ് വരുന്നത്. അതുപോലെ ആംഗിൾ AMO ഈക്വൽ ടു ആംഗിൾ BMO. എന്തുകൊണ്ടാണ്? കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രുവൻ്റ് ട്രയാംഗിൾസ്. 2 ആംഗിൾസ് ഈക്വലും ആണ്. അതിൻ്റെ സമ്മ് 180 ആണെങ്കിൽ 1 ആംഗിൾ എത്രയായിരിക്കും? 180/2, ദാറ്റ് ഈസ് 90 ഡിഗ്രി. ദാറ്റ് ഈസ് OM പെർപെൻഡിക്കുലർ ടു AP.
ദാറ്റ് ഈസ് ഒ എം പെർപെൻഡിക്കുലർ ടു എ ബി. ഇവിടെ എഴുതി മിസ്റ്റേക്ക് വന്നായിരുന്നു. അതായത് ഒ എം എന്ന് പറയുന്നത് ഇത്, ഈ ഒരു ലൈൻ സെഗ്മെന്റ് എ ബിക്ക് പെർപെൻഡിക്കുലർ ആണ്. ഈ ലൈൻ സെഗ്മെന്റ് കണ്ടിന്യൂ ചെയ്ത് പോകുന്നതല്ലേ ഒ പി. സോ ഒ പി ഈസ് പെർപെൻഡിക്കുലർ ടു എ ബി. ഓക്കെ. സോ നമ്മളിവിടെ എങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്? എന്തായിരുന്നു? കോമൺ പോയിന്റിൽ കൂടെയുള്ള കോമൺ കോഡും സർക്കിളിന്റെ സെന്ററിൽ കൂടെ പാസ് ചെയ്യുന്ന ലൈൻ സെഗ്മെന്റ് അതിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം അല്ലേ? പെർപെൻഡിക്കുലർ ആയിരിക്കണം, പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കണം. സോ നമുക്ക് എ ബി ഈക്വൽ എ എം ഈക്വൽ എം ബി, ബി എം അതും പ്രൂവ് ചെയ്യണം. ആംഗിൾസ് 90 ഡിഗ്രി പ്രൂവ് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഒന്നുകൂടെ ഇത് റിവൈൻ ചെയ്ത് കണ്ട് മനസ്സിലാക്കുക. സോ നമ്മൾ സർക്കിൾസിന്റെ ബേസിക് ആയിട്ടുള്ള ടേംസുകൾ, അതായത് റേഡിയസ്, ഡയമീറ്റർ, സെന്റർ, ആർക്ക്, അങ്ങനത്തെ കാര്യങ്ങൾ അതിൻ്റെ റിലേറ്റ് ചെയ്തുള്ള ടേംസ് നമ്മൾ നോക്കി. നമ്മൾ തിയറംസ് 3-4 തിയറംസും പഠിച്ചിട്ടുണ്ട്, പ്രൂഫ്സും ഉണ്ട്. സോ ഇത് നന്നായിട്ട് 2 or 3 ടൈംസ് വാച്ച് ചെയ്ത് മനസ്സിലാക്കുക. സോ സ്റ്റഡി വെൽ. താങ്ക് യു.